ഒരിക്കലും എൻ്റെ പാർട്ടിക്ക്, എന്നെ വളർത്തിയ പാർട്ടിക്ക്, എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക്, എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തമിഴ്നാടോട് ചേർന്ന് നിൽക്കുന്ന വാരപ്രദേശത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് CITUകാരൻ്റെ ഉപ്പയുടെയും ലീഗുകാരിയായ ഉമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച് അവരെ മൂവർണ്ണ പതാകയിലേക്ക് ആദ്യമായി സ്വീകരിച്ച് കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം, വലിയൊരു ദൃഢപ്രതിജ്ഞ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് നമ്മുടെ തോമാടിച്ചാൽ ഡിവിഷനകത്ത് മത്സരിക്കുന്ന ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ VN ശശീന്ദ്രനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. വിട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുദ്രാവാക്യം നെഞ്ചിലേറ്റുന്നത്. പാർട്ടിയെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുക, പാർട്ടിക്ക് വെട്ടിപ്പിടിക്കുന്ന സ്വഭാവം നമുക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇവിടെയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ യോഗ്യതയെ ചർച്ച ചെയ്യപ്പെടണമെന്നായിരുന്നു ആമുഖമായിട്ട് പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരെ മുമ്പാകെ നമ്മൾ വെച്ചത്. ആ യോഗ്യതയെക്കുറിച്ച് ബഹുമാന്യരായ DCC നേതൃത്വം, ബഹുമാന്യരായ MLA ഉൾപ്പെടെയുള്ള വയനാടിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മൂവർണ്ണ നേതാക്കന്മാർ നമ്മളുമായി സംവദിച്ചു കഴിഞ്ഞു, ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കേട്ട പ്രിയപ്പെട്ട VD സതീശൻ, എൻ്റെ ഉപ്പയോളം സ്നേഹം എനിക്ക് എന്നും കഴിഞ്ഞ 10-19 വർഷത്തോളം ഞങ്ങളെ നെഞ്ചിലേറ്റിയ K സുധാകരൻ സാർ അവറുകൾ, ഏറെ ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട OJ ജനീഷ്, പ്രിയപ്പെട്ട KM അഭിജിത്ത്, പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ സുപരിചിതനായ നൗഷാദിലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന, എന്നെ വളർത്തിയ, എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീഴുന്ന സമയത്ത്, പാർട്ടി വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ, പെയിന്റ് പണിക്ക് പോകുന്ന ആളുകൾ, സാധാരണ ചപ്പ് പറിക്കാൻ പോകുന്ന ആളുകൾ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവർക്ക് ഉറക്കമില്ല. കാരണം ജനിച്ച നാട്ടിനകത്ത്, പിറന്ന നാട്ടിനകത്ത് മത്സരിക്കാൻ ഒരു അവസരം കിട്ടണമെന്ന് വളർത്തണമെന്ന് ആഗ്രഹിച്ച പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളോടൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്.